ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലിനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റാണ്, ഓട്സ് ഓംലെറ്റ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 3 ടീസ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കാം. ഇതിവിടെ ഇരുന്ന് നന്നായി ഒന്ന് കുതിർന്ന് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇടാം. വലിയ സവാള ആണെങ്കിൽ പകുതി മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാട്ടോ, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞത് ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അടുത്തത് നമുക്ക് വേണ്ടത് ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര കേട്ടോ. ഏകദേശം ഒരു ക്യാരറ്റിൻ്റെ പകുതി ആയാലും കുഴപ്പമില്ല, അതരിഞ്ഞതിടാം. ഇനി നമുക്കിടേണ്ടത് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, പാലിൽ സോക്ക് ചെയ്ത് വെച്ച ഓട്സ് ഉണ്ടല്ലോ, അതിപ്പോൾ നന്നായി കണ്ടോ, നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില കുറച്ചുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാം. ഇനി ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറക്കാം. എന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഓംലെറ്റിൻ്റെ 2 വശവും വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഓട്സ് ഓംലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, കുരുമുളക് പൊടി മാത്രം മതി. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ജുലിനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.